നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് വൈക്കത്തഷ്ടമി. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉത്സവമാണ് വൈക്കത്തഷ്ടമി. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിച്ച് അഷ്ടമി ദിനത്തിൽ അവസാനിക്കുന്ന ഉത്സവമാണിത്. വൈക്കത്തപ്പനെ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കീർത്തനം പണ്ടു മുതലേ മലയാളികൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഉപയോഗിച്ചു കേൾക്കുന്നു. ജാതിമത ഭേദമില്ലാതെ ഒട്ടുമിക്ക മലയാളികളും കേട്ടിട്ടുള്ള ഒരു കീർത്തനമാണിത്. നരനായിങ്ങനെ എന്നു തുടങ്ങുന്നൊരു കീർത്തനം. ഏതായാലും ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോ മനമെല്ലാം മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോ മനമെല്ലാം മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശിവൊന്നും പറയാവതല്ല മഹമായ തൻ്റെ വികൃതികൾ മഹമായ നീക്കിട്ടരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശിവൊന്നും പറയാവതല്ല മഹമായ തൻ്റെ വികൃതികൾ മഹമായ നീക്കിട്ടരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ.
നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശരണം വിളി ശബരിമല യാത്രയിലെ ഒരു പ്രധാന ഘടകമാണ്. സാധാരണ മറ്റു ഹൈന്ദവ ആരാധനാ ചടങ്ങുകളിൽ ഒന്നും കേട്ടിട്ടില്ലാത്ത ഈ ആചാരത്തിന് നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട്. കഠിനമായ യാത്രയെ ലഘൂകരിക്കാനാണ് എന്ന് ചിലർ, കാനനയാത്രയിൽ വന്യജീവികളെ അകറ്റാനാണെന്ന് മറ്റു ചിലർ. ഇതിനെല്ലാം ഒരു മറുപടിയുമായാണ് ഇന്നത്തെ കഥയമാമ നമുക്ക് മുൻപിലെത്തുന്നത്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. സ്വാമിയുടെ നിരവധിയായിട്ടുള്ള മന്ത്രങ്ങൾ നമ്മളൊക്കെ ജപിക്കാറുണ്ടല്ലേ. ഇപ്പോൾ ഭൂതനാഥസ്ഥാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രീയ സ്തുല്യം നമോമ, ഇത് ജപിക്കുന്ന ആൾക്കാരുണ്ട്. ലോകവീര്യം ജപിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ മന്ത്രങ്ങൾ, ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. എന്നാൽ ഒരു കുഞ്ഞു കുട്ടി മുതൽ ഏറ്റവും പ്രായമായിട്ടുള്ള ഒരാൾ വരെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ ഭഗവാനും ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രം എന്ന് ഞാൻ കരുതുന്നു. നമ്മളെല്ലാവരും തന്നെ ഭഗവാനെ ഓർക്കുമ്പോൾ അറിയാതെ മനസ്സിൽ ഒരു തവണയെങ്കിലും ജപിച്ചു പോകുന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്രമാണത്. ആ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിരവധിയായിട്ടുള്ള മന്ത്രങ്ങളുള്ള ആൾ തന്നെയാണ് അയ്യപ്പസ്വാമി. ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. പക്ഷേ ഭഗവാന്റെ ഈ നവാക്ഷരി മന്ത്രത്തെ, സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഈ മന്ത്രത്തെ മറ്റുള്ള മന്ത്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, അതിനേക്കാൾ ഉയരത്തിലാണ് ഈ മന്ത്രമെന്ന് ഒരു തവണയൊക്കെ നമുക്കൊന്ന് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് കരുതിയാൽ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ആ മന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മന്ത്രം ഒരു തവണ ഉച്ചരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അതിന് ശബരിമലയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, മാലയിടേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ വ്രതനിഷ്ഠകളിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. മനസ്സിൽ ഭഗവാനെ നന്നായി ധ്യാനിച്ച് ഒരു തവണ കണ്ണടച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ഏതൊരു ഭക്തൻ്റെ ഉള്ളിൽ ആ നിമിഷം തന്നെ ആ താരക ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ രൂപം ദർശിക്കാൻ സാധിക്കും. അത്ര ശക്തിയുള്ള മന്ത്രമാണ് സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമി ശരണം, അയ്യപ്പ ശരണം എന്ന രണ്ട് മന്ത്രങ്ങൾ സമ്മേളിച്ചുകൊണ്ടാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ഉണ്ടായത് എന്നും പറയുന്ന ഗുരുസ്വാമിമാരുണ്ട്. രണ്ട് സ്വാമിമാർ പരസ്പരം കാണുന്ന സമയത്ത് ഒരു സ്വാമി സ്വാമി ശരണം എന്ന് പറയുന്നു, അടുത്തൊരു സ്വാമി അയ്യപ്പ ശരണം എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൈകൂപ്പി പറയുന്ന മന്ത്രമാണ് സ്വാമിയെ ശരണമയ്യപ്പ. ഈ ശരണം വിളി എന്ന് പറഞ്ഞ് നാം ഉദ്ഘോഷിക്കുന്ന ഈ നവാക്ഷരി മന്ത്രം, ഇത് മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാലഘട്ടമാണ് മണ്ഡല മകരവിളക്ക് കാലം. ഈ സമയത്ത് നമ്മുടെ തെരുവോരങ്ങളിലും നമ്മുടെ നദീപ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും മുഴങ്ങിക്കേൾക്കുന്ന ഈ നാമത്തിൻ്റെ ശക്തി അത് ജപിക്കപ്പെടുന്ന സ്ഥലത്ത് പോലും ഉണ്ട് എന്നാണ് പറയുക. നമുക്കെല്ലാവർക്കും അനുഭവങ്ങളിലൂടെ അറിയാം, ഇന്നും ശബരിമല ഒരു കാനന ക്ഷേത്രം തന്നെയാണ്. ആ വഴിയിൽ നിരവധിയായിട്ടുള്ള വന്യമൃഗങ്ങളെ കാണാം, ആനകളെ കാണാം, പുലികളെ കാണാം. ഇവരൊക്കെ ആ തീർത്ഥാടകരുടെ അടുത്തേക്ക് സമീപിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഉറക്കെ ജപിക്കുന്നത് ഈ ഒറ്റ മന്ത്രമാണ്, സ്വാമിയെ ശരണമയ്യപ്പ. ആ നാമം കേൾക്കുന്ന സമയത്ത് ഭക്തർ അനുഭവ സാക്ഷ്യത്തോടു കൂടി പറയുന്നു, ആനകൾ വഴിമാറിക്കൊടുക്കുന്നു, പുലി അവർക്ക് നേരെ നമസ്കരിച്ച് ആ പുലി മാറിക്കൊടുക്കുന്നു. അത്രയധികം ശക്തിയാണ് ആ മന്ത്രത്തിന് എന്നാണ്. ഏതൊരു പ്രതിബന്ധത്തെയും തരണം ചെയ്യാനുള്ള ശക്തി സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രത്തിനുണ്ട് എന്നാണ്.
ഒരു തീർത്ഥാടകൻ ഭഗവാന്റെ മുദ്ര ധരിച്ചാൽ അവൻ സ്വാമിയാണ്, അയ്യപ്പനാണ്. അവൻ്റെ ഒരു ദിവസം ആരംഭിക്കേണ്ടതും അവൻ്റെ ഒരു ദിവസം അവസാനിക്കേണ്ടതും ഈ ശരണമന്ത്രം ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് ചെയ്ത മുഴുവൻ കാര്യങ്ങളും സ്വാമി ഇതാ ഞാൻ അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു, വീണ്ടും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മണ്ഡലകാലത്തോ മകരവിളക്ക് കാലത്തോ മാത്രം ചെയ്താൽ പോരാ, എല്ലാ കാലത്തും ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. എത്ര ലഘുവായിട്ടുള്ള മന്ത്രമാണ്, ഒരു സംസ്കൃത ശബ്ദങ്ങളൊന്നും തന്നെ ഇല്ലാത്ത സാധാരണ നമ്മുടെ ഭാഷയിൽ മലയാളത്തിലുള്ള മന്ത്രമാണ് സ്വാമിയെ ശരണമയ്യപ്പ. അതിലൂടെ ഭഗവാന്റെ സ്മരണ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? നമ്മുടെ മനസ്സിലാണ് ആത്യന്തികമായിട്ട് ഭഗവാനുള്ളതെന്നുള്ള തോന്നലുണ്ടാക്കാൻ സാധിക്കുന്നില്ലേ? എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റാൻ സാധിക്കുന്നില്ലേ? ഇതിലും വലിയൊരു നാമം വേറെ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നൊരു നാമമാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ മന്ത്രത്തോളം തന്നെ പ്രാധാന്യം കലിയുഗത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രത്തിനുണ്ട്. കലിയുഗത്തിൻ്റെ മുഴുവൻ ദോഷങ്ങളെയും മാറ്റാൻ സാധിക്കുന്ന മന്ത്രമാണ് സ്വാമിയെ ശരണമയ്യപ്പ. കാരണം ഭഗവാൻ കലിയുഗ വരദനാണ്. എത്രയോ ആളുകളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ശനിദോഷവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന എത്ര ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ശനിദോഷം മാറാനായിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന ഈ ദിവ്യമന്ത്രം എല്ലാ ദിവസവും 108 ഉരു കൃത്യമായിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഉപാസിക്കുന്ന ആളുകൾക്ക് ശനിദോഷത്തിൽ നിന്ന് പോലും മുക്തി ലഭിക്കുന്നു എന്നാണ്. ശനിയുടെ കാഠിന്യം കുറയുന്നു എന്ന് എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു ഔഷധം സേവിക്കുന്നതിന് മുമ്പായിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരി ജപിച്ചുകൊണ്ട് ആ ഔഷധം സേവിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അസുഖം ഭേദമാവുന്ന അനുഭവ സാക്ഷ്യങ്ങൾ എത്രയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇങ്ങനെ ഒരു ജീവിതത്തിൽ എല്ലാ സമയത്തും ഏതൊക്കെ പ്രതിസന്ധികൾ മുന്നിൽ വന്നാലും, സന്തോഷം വന്നാലും, ദുഃഖം വന്നാലും ഇതൊക്കെ എനിക്കെൻ്റെ ഭഗവാൻ തന്നതാണ് എന്നുള്ള പ്രസാദ ബുദ്ധിയോടുകൂടി ഭഗവാനോട് നന്ദി പറയാനുള്ള ഒരു മന്ത്രം കൂടിയാണ് സ്വാമിയെ ശരണമയ്യപ്പ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, മകരവിളക്ക് സമയത്തും അല്ലെങ്കിൽ മണ്ഡലപൂജ സമയത്തൊക്കെ ഭഗവാന്റെ നട തുറക്കുന്ന സമയത്ത് ആ സന്നിധാനത്ത് മുഴുവൻ എല്ലാ സ്വാമിമാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉറക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ആ സന്നിധാനത്തുണ്ടാവുന്ന ഒരു ഊർജത്തിൻ്റെ പ്രസരണമുണ്ട്. അത് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാവും. അതേ ഊർജം നമുക്കും നമ്മൾ എവിടെയാണുള്ളത് അവിടെ വെച്ച് അനുഭവിക്കാൻ സാധിക്കും. ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഭഗവാനെ നന്നായി ധ്യാനിച്ച് ഒരു തവണ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊന്ന് ജപിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് മണ്ഡലകാലത്തിനപ്പുറത്തേക്കും ഭഗവാന്റെ ഈ നവാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആ കലിയുഗവരദനായിട്ടുള്ള ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു സ്വാമിയുടെ വിശേഷവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ. എന്തിനേയും ആവാഹിക്കാൻ അഗ്നിക്ക് കഴിവുണ്ട്. ഈശ്വര വിഗ്രഹത്തെ ഒഴിഞ്ഞ് ആവാഹിച്ചെടുക്കുന്ന ഊർജമാണ് ദീപത്തിലൂടെ ഭക്തരുടെ മുൻപിലേക്ക് എത്തുന്നത്. ഈ ഊർജമാണ് നാം ഇരു കൈകൾ കൊണ്ടും സ്വീകരിക്കുന്നത്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ഓംകാരബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനഃ കാമദം മോക്ഷദം തസ്മാദോംകാരായ നമോ നമഃ. ഓംകാരബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനഃ കാമദം മോക്ഷദം തസ്മാദോംകാരായ നമോ നമഃ. ഓംകാരായ നമോ നമഃ. കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന ചരിത്ര പ്രധാനമായ സ്ഥലം. കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട പേരാണിത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജാതിയുടെ പേരിലുള്ള അയിത്തത്തിനും അറുതി വരുത്തുന്നതിന്റെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇവിടം. നകാരായ നമോ നമഃ. നകാരായ നമോ നമഃ. കോട്ടയം ജില്ലയിലെ 3 പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളാണ് ഏറ്റുമാനൂർ, വൈക്കം, കടുത്തുരുത്തി എന്നിവ. വൈക്കം എന്ന സ്ഥലത്തിന്റെ പേരിനെ കുറിച്ച് പുരാണ സംബന്ധിയായ ഒരു കഥയുണ്ട്. ബ്രഹ്മാവിനെ ശിരസ് നുള്ളിയെറിഞ്ഞ ശിവൻ
ബ്രഹ്മഹത്യയ്ക്ക് പരിഹാരം കാണാനായി ബ്രഹ്മദേവന്റെ തലയോട്ടിയും കയ്യിലേന്തി ഭിക്ഷയാചിച്ചു നടന്നുവെന്നും അനേക സംവത്സരങ്ങൾക്ക് ശേഷം തലയോട്ടി നിലത്ത് വയ്ക്കാം എന്ന് തീരുമാനിച്ച സ്ഥലമാണ് വൈക്കം എന്നുമാണ് വിശ്വാസം. ജ്ഞാനപ്രദം പരം മഹാപാപഹരം തസ്മാത് മകാരായ നമോ നമഃ. ക്ഷേത്രത്തിനെക്കുറിച്ചും ഇതുപോലെ ഒരു കഥ വിശ്വാസികൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. പണ്ട് ഖരൻ എന്ന ഒരു അസുരൻ ചിദംബരത്ത് പോയി ശിവനെ തപസ് ചെയ്തു. അവന്റെ കഠിന തപസ്സിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷനായി. അവന് 3 ശിവലിംഗങ്ങൾ സമ്മാനിച്ചു. ആകാശമാർഗേണ സഞ്ചരിച്ച ഖരൻ വൈക്കത്തെത്തി വിശ്രമിച്ചു. വലം കൈയാൽ ഒരു ശിവലിംഗം വൈക്കത്തും ഇടം കൈയാലൊന്ന് ഏറ്റുമാനൂരും, അതേസമയം ഒരു ശിവലിംഗം വായ കൊണ്ട് കടിച്ചെടുത്ത് കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു. ശിവാനുഗ്രഹ കാരണം മഹാപാപഹരം തസ്മാത് ശികാരായ നമോ നമഃ. ശികാരായ നമോ നമഃ. വിശ്രമം കഴിഞ്ഞ് പുറപ്പെടാൻ നേരം ശിവലിംഗം എടുക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല. ഞാൻ ഇവിടെ കുടികൊള്ളും എന്ന മഹാദേവന്റെ അശരീരി കേട്ടതോടെ പൂജാ ചുമതലകൾ വ്യാഘ്രപാദ മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. അവിടെ പൂജകളും ജപവുമായി വ്യാഘ്രപാദർ കഴിഞ്ഞുകൂടി. ഒരു വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസം ശിവൻ പാർവതീ സമേതനായി അവിടെ പ്രത്യക്ഷനായി വ്യാഘ്രപാദരെ അനുഗ്രഹിച്ചു. ഇതറിഞ്ഞ പരശുരാമൻ അവിടെ എത്തുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തിരുവൈക്കം വാണരുളും ശിവശംഭോ അങ്ങി തിരുമിഴിയിൽ ത്രിസന്ധ്യകൾ കൂടണയുന്നു. ശിവരാത്രി, തിരുവാതിര മുതലായ നിരവധി ആഘോഷ ദിനങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണാമെങ്കിലും ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട ദിവസമായതിനാൽ വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവ ദിവസമായി ആഘോഷിക്കപ്പെടുന്നത്. അണിജടയിൽ അമ്പിളിക്കലയിൽ നിന്നുലകിൻ്റെ അഴൽ തീർക്കും പൂനിലാവിൻ പാലൊഴുകുന്നു. വൈക്കം പട്ടണത്തിന്റെ ഒത്ത നടുക്കാണ് കിഴക്കോട്ട് ദർശനമായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 8 ഏക്കറിലധികം വിസ്തീർണമുള്ള വിശാലമായ മതിലകം പൂഴിമണ്ണാൽ വിധാനിച്ചിരിക്കുന്നു. ഒരു കോട്ട പോലെ ശോഭിക്കുന്ന ഗജപൃഷ്ഠാകാരമായ മതിലിന്റെ 4 ഭാഗത്തും ഗോപുരങ്ങൾ കാണാം. കിഴക്കേ ഗോപുരം കടന്നെത്തിയാൽ ആനക്കൊട്ടിൽ വ്യാഘ്രപാദർ തപസ് അനുഷ്ഠിച്ചതും ശിവൻ ദർശനം നൽകിയതുമായി വിശ്വസിക്കപ്പെടുന്ന ഒരാൽത്തറ ഇവിടെ കാണാം. അതിനപ്പുറം കൊത്തുപണികളോടുകൂടിയ കരിങ്കൽ തൂണുകളുള്ള മണ്ഡപം. ക്ഷേത്രത്തിൽ വിവാഹം, ചോറൂണ്, ഉത്സവമേളം എന്നിവയെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. അതിനുമപ്പുറം സ്വർണ്ണക്കൊടിമരം, പിന്നെ ബലിക്കല്ലും ബലിക്കൽപുരയും. നരനായി ജനിച്ചു നരകവാരിധിയിൽ പതിച്ചു ഹരശംഭോ കരകേറ്റേണം. ബലിക്കൽപുരയ്ക്ക് മുകളിൽ ബ്രഹ്മാവിനെയും അഷ്ടദിക്പാലകരുടെയും രൂപം കൊത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിന് ഒരു ആനവാതിൽ കൂടുതലായുണ്ട്. വൈക്കത്തഷ്ടമി നാളിൽ ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്ന് സുബ്രഹ്മണ്യസ്വാമി പിതാവായ മഹാദേവനെ കാണാൻ എത്തുന്ന വഴിയാണ് ഇത്. നമഃശിവായ ജപിച്ചു നാഗത്തളകൾ മിന്നും തൃക്കാൽക്കൽ ഞാനുമൊരു തരി ഭസ്മമായി ചേർന്നലിയേണം. സാധാരണയിലും വലിപ്പമുള്ളതും അണ്ഡാകൃതിയിലുള്ളതുമാണ് ശ്രീകോവിൽ. കരിങ്കലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ ശില്പി പെരുന്തച്ചനാണ് എന്നും ഒരു വിശ്വാസമുണ്ട്. പിന്നീട് വടക്കുംകൂർ രാജവംശത്തിന്റെ കാലത്ത് ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി. ചെമ്പുമേഞ്ഞ ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടം. ശ്രീകോവിലേക്ക് കടക്കാൻ 6 പടികളാണ്. പടി 6ഉം കടന്നവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് 6 അടിയോളം പൊക്കമുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠ. ശാന്തസ്വരൂപത്തിലാണ് ശിവൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകോവിൽ ചുമരിൽ മനോഹരമായ ചുവർ ചിത്രങ്ങൾ കാണാം. രാവിലെ ദക്ഷിണാമൂർത്തി, ഉച്ചയ്ക്ക് കിരാതമൂർത്തി, വൈകുന്നേരം ഗൃഹസ്ഥനായ പരമശിവൻ എന്നീ ഭാവങ്ങളിലാണ്
ഇവിടെ മഹാദേവൻ കുടികൊള്ളുന്നത്. ഉത്സവത്തിന്റെ 12-ാം നാൾ അഷ്ടമി വരുന്ന തരത്തിൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി ഉത്സവം. രോഹിണി ദിവസം സന്ധ്യയ്ക്ക് കൂടിപൂജ എന്ന ചടങ്ങാണ്. സകല ദുഃഖ നിവാരകവും സകല ഐശ്വര്യപ്രദായകവുമാണ് അഷ്ടമി ദിനത്തിലെ ക്ഷേത്ര ദർശനം എന്നാണ് വിശ്വാസം. നിരവധി ആഘോഷ പരിപാടികളോടുകൂടി നടക്കുന്ന ഒരു ഉത്സവമാണിത്. അഷ്ടമിക്ക് വടക്ക് ഗോപുരനട തുറക്കും. അതിലൂടെ സുബ്രഹ്മണ്യൻ എഴുന്നള്ളിയാൽ വലിയ കാണിക്കയാണ്. ഒടുവിൽ കൂടിപ്പിരിയലോടെ ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കുകയായി. പുഷ്പസമുദ്രത്തിലാറാടിയുണരുമാ പുണ്യസ്വരൂപന്റെ നിർമാല്യം. പ്രസിദ്ധ സംഗീതജ്ഞനും വൈക്കം ക്ഷേത്രത്തിലെ നിത്യസന്ദർശകനുമായിരുന്ന ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അനുസ്മരണാർത്ഥം ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ഇവിടെ നടത്തപ്പെടുന്നു. ഭക്തിയോടെന്നും തൊഴുതാലെന്തിനു മുക്തിക്കു മറ്റൊരു ഹാലാസ്യം. നരകത്തിൽ നിന്നും കരകയറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് മലയാളികൾ ആകമാനം വിളിച്ചു പ്രാർത്ഥിക്കുന്ന വൈക്കത്തപ്പന്റെ മഹോത്സവമായ വൈക്കത്തഷ്ടമിയെ നമുക്കും ഭക്തിപൂർവം എതിരേൽക്കാം. ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ. നല്ല ഗുണങ്ങൾ എന്നും കൈവിടാതിരിക്കട്ടെ എന്ന ആശംസയുമായി ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.